കേരളത്തിലുടനീളമുള്ള കൊട്ടിക്കലാശത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ വിമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്ന് അറിയാം. ഞാനിപ്പോൾ ഉള്ളത് എടപ്പാളിലാണ്. എടപ്പാൾ എന്ന് പറയുമ്പോൾ തവനൂർ നിയോജക മണ്ഡലമാണ് വരുന്നത്. ഇത്തവണ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന 10 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്ന് തവനൂരാണെന്ന് നമുക്കറിയാം. അതിലിപ്പോൾ VS ജോയിയുടെ ഒരു പ്രചരണാർത്ഥം എടപ്പാളിൽ ഹനാൻ ഷാ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കാനിരിക്കുകയാണ്. അതിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ DJ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ സൗണ്ട് ചെക്ക് പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇവരൊക്കെ ഹനാൻ ഷായെ കാണാൻ വന്ന ആളുകളെന്ന് തോന്നുന്നു. എന്താണ് വിശ്വാസം വന്നില്ലല്ലേ? ഇല്ല, ഇവിടെ ആരാ മോനെ ജയിക്കുക ഇലക്ഷനിൽ? ഇവിടെ ജോയ് ജയിക്കും. നിങ്ങളെല്ലാരും ഹനാൻ ഷാനെ കാണാൻ വന്നാണോ? ഭയങ്കര ഫാനാ? ഹനാൻ ഷാന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? വേറെ പാട്ടേതാ? എല്ലാം അറിയട്ടോ അവർക്ക്. ഇവിടെ ആരാ ജയിക്കുക? ജോയ്. ഉറപ്പാണോ? ഹനാൻ ഷാനെ കാണാൻ വന്നാലേ? അതാണ്. അപ്പൊ അല്പസമയത്തിന് ഹനാൻ ഷാന്റെ പരിപാടി നടക്കുന്നുണ്ട്. നമുക്കൊരു കേന്ദ്രീകൃതമായ കുട്ടിക്കലാശം ഇല്ലേ എടപ്പാളില്? നിങ്ങൾ അങ്ങനെ ഒരുക്കിയിട്ടില്ല? ഇന്ന് ഇവിടെ നടക്കുന്ന ഹനാൻ ഷായുടെ പ്രോഗ്രാമാണ്. സെൻട്രലൈസ് ചെയ്തിട്ടുള്ള കുട്ടിക്കലാശം നടക്കുന്ന ആലത്തിയൂരാണ്. സ്ഥാനാർത്ഥി ഇവിടെ പങ്കെടുത്ത് ഇവിടെ വോട്ടഭ്യർത്ഥിച്ചതിന് ശേഷം നമ്മൾ ജെൻസി കുട്ടികളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ച ശേഷം ആലത്തിയൂരിൽ സമാപനത്തിലേക്ക് പോകും. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇത്രയും ദിവസത്തെ കൊണ്ടുപിടിച്ച ഒരു പ്രചാരണമൊക്കെ മൊത്തത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം തവനൂർ മണ്ഡലത്തിലുണ്ട്. കേരളത്തിൽ പൊതുവായി UDF അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അത് തവനൂർ മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത എല്ലാ ഭാഗത്തും ലഭിച്ചുകൊണ്ട്. അതെ, പ്രായമുള്ള ഒരു അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടെ ആര് ജയിക്കും പ്രാവശ്യം? ഉറപ്പാണോ? എന്താ അത്ര ഉറപ്പ്? ജലീല് 3 തവണയാ ജയിച്ചത്. 3 തവണ. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ വളരെ ഷുവറാണ് VS ജോയ് 100%. അപ്പൊ വൈകിട്ടോടുകൂടി ആലത്തിയൂരിൽ ഹാഷ്മി ആലത്തിയൂരിൽ എല്ലാ മുന്നണികളുടെയും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇന്ന് വൈകുന്നേരം തവനൂർ മേഖലയാകെ കൊണ്ടുപിടിച്ച്, അതായത് ഇളക്കി മറിക്കുന്ന ഒരു കൊട്ടിക്കലാശം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്.